മേക്കപ്പോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒട്ടും ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ, പുരുഷന്മാര്. ആവശ്യമില്ല. അതെ, തീർച്ചയായിട്ടും സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവര് വളരെ ഗംഭീരമായിട്ട് പറ്റിക്കപ്പെടുകയാണ്. പക്ഷെ ഇവർ പോലും മനസ്സിലാക്കുന്നില്ല. ഓൺലൈൻ മുഖാന്തരം പല ഇൻഫ്ലുവൻസർമാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വാങ്ങുന്ന ക്രീമുകൾ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ തട്ടിപ്പ് നടക്കുന്നത്? ഇതിലിപ്പം മൈ വേ ബൈ കല്യാണി, ദെയർഫോർ ഐ ആം, ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഈ ശൃംഖല പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം, അതിനുശേഷം കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്നത് ഞാൻ അവരെ നേരത്തെ 1-2 തവണ കണ്ടു നോക്കിയിട്ടുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല റീച്ചുണ്ട് അവർക്ക്, നല്ല അവരുടെ ചാനലുകൾക്ക്. അപ്പോൾ അവർ മിക്കവാറും റീൽസാണ് ഇടുന്നത്. ഈ റീൽസിലെല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതായത് അവരത് ഉപയോഗിക്കുന്നു, ഞാനിത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരസ്യമാണ്. അതായത് ഇത് മറ്റേ ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന കമ്പനിയുടെ ക്രീമാണ്, അത് ഉപയോഗിച്ചാൽ നല്ലൊരു ഇതായിരിക്കും, പിന്നെ മുഖം കഴുകിയാൽ പോലും പോകുമെന്ന് വിചാരിക്കേണ്ട, അതുപോലെ ലിപ്സ്റ്റിക്ക്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വലിയ തോതിലുള്ള പരസ്യമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ കഴിഞ്ഞ ദിവസം ഒരു കെണിയിൽപ്പെട്ടു. ആ കെണി എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അതായത് മുഖത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത പാടാറ്റ വന്നിട്ടുണ്ട്. ഈ കറുത്ത പാടൊക്കെ വന്നാൽ വലിയ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ മറ്റേ കൊളാബ് കിട്ടൂല. അതായത് ഈ ഒരൊറ്റ റീൽ ചെയ്യുന്നതിന് തന്നെ അവർക്ക് 1000 കിട്ടും, മനസ്സിലായോ? നല്ല എമൗണ്ടുകൾ കിട്ടും. ആ എമൗണ്ട് കിട്ടിയിട്ട് ഇവരാണ് ലക്ഷമായിട്ട് ജീവിക്കുന്നത്. ഇവർ താറ ഓടിച്ചു പോകുന്നു, കാറൊക്കെ ഓടിച്ചു പോകുന്നതായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് കറുത്ത പാട് വന്നാൽ പിന്നെ പ്രശ്നവും, പിന്നെ അവരെ വെച്ച് പരസ്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അത് മാറാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ചെയ്യുന്നു. ആ ക്ലിനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ കുറച്ചുകൂടി മര്യാദക്ക് നടന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംയുക്ത വർമ്മ എന്ന് പറഞ്ഞ നടിയുണ്ട്, ഇപ്പോൾ ബിജുമേനൻ്റെ ഭാര്യ. സംയുക്ത വർമ്മ ഒരു ഇൻ്റർവ്യൂവിൽ ഈ കഴിഞ്ഞ ദിവസം ധന്യെ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി നല്ല ആളുകളാണ് ഈ നിലോഫർ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ പല കാര്യത്തിനു വേണ്ടി വിളിക്കുമ്പോൾ വേണ്ട, അതൊന്നും ഉപയോഗിക്കേണ്ട, മറ്റു സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി മതി എന്ന് പറയുന്നത്. എനിക്ക് ആദ്യം ഇവിടെയുള്ള ആളുകളോട് പറയാനുള്ളത്, സംയുക്ത വർമ്മ പറയുന്ന ഒരു കാര്യം കേൾക്കണം. അവർ പറയുന്നത് അവരെങ്ങനെ ഇരിക്കുന്നു, മറ്റുള്ളവരുടെ ലുക്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവരൊട്ടും ബോധേഡല്ല. പകരം അവരുടെ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ പണി ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് മനസ്സിലാക്കി പ്രശ്നമൊന്നുമില്ല, ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ദെയർഫോർ ഐ ആമിൽ പോയിട്ട് ഇവരിപ്പോൾ പ്രശ്നമായത് എന്താ വെച്ചാൽ ഇവർ അവിടെ ചെന്നു, നല്ല ട്രീറ്റ്മെൻ്റ് അല്ല, ലക്ഷങ്ങൾ അവർ 6 സംഖ്യ മേടിച്ചു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ 2 പേരും കൂടി കേസ് കൊടുക്കുകയാണ്. അതിപ്പോൾ ആരാണെന്നുള്ളത് തീരുമാനിക്കട്ടെ. കേട്ടതിൽ നമുക്ക് തോന്നുന്നത് ഈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞാൽ, അവിടെ പേര് യഥാർത്ഥത്തിൽ ജീവലക്ഷ്മി എന്നാണ്. അവർ പറയുന്നത് തെറ്റാണെന്നാണ്. ഈ ഭർത്താവ് തന്നെ പോലീസിലാണെന്ന് പറഞ്ഞിരുന്നു. ഭർത്താവ് യഥാർത്ഥത്തിൽ MBD ആണ്. അപ്പോൾ അദ്ദേഹം പോലീസിലാണെന്നൊക്കെ പറഞ്ഞ് ഇവരെയൊന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് അവർ പറയണം. പക്ഷേ അവരുടെ കയ്യിൽ എല്ലാ റെക്കോർഡും ഉണ്ട്. അതുകൊണ്ട് കേസൊക്കെ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി കൂടാതെ ഗൗതം അറിയേണ്ടത്, ഇപ്പം ഏറ്റവും പുതിയൊരു സോപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഘർ സോപ്പ്. 200 രൂപയാണ് സോപ്പിൻ്റെ വില. ഇത് നമ്മുടെ നാട്ടിൽ ആരൊക്കെ, ഒരുപാട് പേര് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യാനാണ്. എനിക്ക് ഈ നാട്ടിലെ ആളുകളോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ഇവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല ജീവിക്കണം. ഇവരുടെ റീലൊക്കെ ഇത്ര കയറിയാലും ഇത്രയൊക്കെ വരുമാനം കിട്ടുള്ളൂ. പക്ഷെ ഇവർ ജീവിക്കുന്നത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ്. നിങ്ങളെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കാൻ പണ്ട് പരമ്പരാഗത മാധ്യമങ്ങളെ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കണമായിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തി പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരസ്യം കൊടുക്കുമ്പോൾ ചിലർ പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുന്നുണ്ട്, ചിലർ പറയാതെ പരസ്യം കൊടുക്കുന്നുണ്ട്. ആ പരസ്യം കൊടുക്കുമ്പോൾ ഈ ക്രീം മേടിച്ച് തേച്ചിട്ട് ഞാൻ 20 ദിവസം തേച്ചു, എനിക്ക് നല്ല ഗുണം കിട്ടി എന്ന് പറയുമ്പോൾ അത് പരസ്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം, ഈ മൈ വേ ബൈ കല്യാണിയൊക്കെ പറ്റിയേക്കണ കാര്യം നിലോഫർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് സ്കിന്നിൻ്റെ ഒരു കോട്ടിങ് പോയി. അതുകൊണ്ട് എന്താണ് അവരുടെ സ്കിന്നിന് വലിയ ഡാമേജ് പറ്റിയത്. ഈ ഓരോരോ കൊളാബ് ചെയ്യാനും ആളുകളൊക്കെ സാധനങ്ങൾ നിരന്തരം തേച്ചിട്ട് വാരിത്തേക്കാണ്. പിന്നെ ഈ വാരി തേച്ച് ഒരു കുഴപ്പം കൂടിയിട്ട് ഗൗതം. എന്നാൽ ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്താ സാറേ, നമ്മൾ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്താൽ പോലെ, എന്തിനാണ് ഈ മേക്കപ്പും? അതൊന്നും അല്ല ഗൗതം, ഇത് മുഴുവൻ തട്ടിപ്പാണ്. ഇനി ഞാൻ ഗൗതത്തോട് പറയാം, ഇത് പോട്ടെ, ഈ ഗർ സോപ്പിന്റെ ഒക്കെ എന്താണ്, ഒരു സൈഡ് മറ്റേ റബ്ബ് ചെയ്യാൻ, അതായത് ഉറച്ച തൊലി കളയാന്നായിട്ട് എനിക്ക് തോന്നണം പറയണം. അത് തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ദിവസം നിങ്ങൾ തേച്ചാൽ വലിയ ഗുണമായിരിക്കും എന്നാ പറയണം. ഇനി ഏറ്റവും വലിയ അടുത്തൊരു തട്ടിപ്പായ ഗൗതത്തോട് പറയട്ടെ, ഇവിടെ കേരളത്തിലൊക്കെ വിറ്റുകൊണ്ടിരുന്ന വളരെ പ്രമുഖമായിട്ടുള്ളൊരു മറ്റേ ഇതുണ്ട്, മുടി വളരാൻ വേണ്ടിയിട്ട്, ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഈ ഇന്ദുലേഖ ഉപയോഗിച്ച് അടുത്ത് മുടി വളരുമെന്ന് മനസ്സിലായി. ഒരു സീസണിൽ ഗൗതം അറിയേണ്ടത് 1 കോടി എണ്ണം വിട്ടാൽ മതി. കാരണം
1 കോടി എണ്ണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു 50 രൂപ വിലയുള്ള സാധനം 1 കോടി പേര് മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്രയായി? 50 കോടി രൂപയായി. അപ്പൊ അതുപോലെ 6 മാസം വിൽപ്പന നടത്തിയാൽ മതി. ഇത് മേടിച്ചിട്ട് ഇപ്പൊ പോരാ എന്ന് തോന്നിയിട്ട് ഒരാൾ എന്നോട് പറയണേണ്ട, ഇനി ഞാൻ വയോധ ഉപയോഗിക്കാന്ന് വിചാരിച്ചത്. അതെ, വയോധ ജയറാമിനെ വെച്ച് പരസ്യം കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥ തമാശ എന്താണെന്നറിയോ? ഇത് രണ്ടും ഒരേ കമ്പനിയുടെ ഒരേ പ്രൊഡക്റ്റാണ്. സാർ, ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഡെർമറ്റോളജിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തരം ആളുകൾക്ക് പല ലോഷൻസും കാര്യങ്ങളും ഒക്കെ. ഇതല്ലാതെ ഓവറായിട്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ അനാവശ്യമായി ഉപയോഗിക്കുന്ന ആളുകളാണോ? അനാവശ്യമായി ഉപയോഗിക്കുന്ന ആളുകളല്ല ഗോതും. ആദ്യം ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം. അടിസ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ലീൻലിനെസ്സും ഒരു ആവശ്യമില്ലാത്ത സൗന്ദര്യബോധവും നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പൊ കടത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കടത്തിവിട്ടേക്കണത് വലിയ ഒരു ആഗോള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. എന്താണ് ആഗോള തന്ത്രം? ആഗോള തന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മെലിഞ്ഞ സ്ത്രീകൾ സൗന്ദര്യം ഉള്ളവരാണെന്ന് നമുക്ക് എങ്ങനെ തോന്നി? നമ്മുടെ മനസ്സിന് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്താണ്. ഗൗതത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. യഥാർത്ഥത്തിൽ ഇപ്പൊ സുസ്മിത സെന്നും ഐശ്വര്യ റായും ഒക്കെ ലോക സുന്ദരി പട്ടം കിട്ടിയത് ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് ലോകം മുഴുവൻ ഒരേ സൗന്ദര്യബോധം വന്നാൽ മാത്രമേ ഒരേ പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുള്ളൂ, വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടെത്തി, അതായത് സൗന്ദര്യബോധം അവർ ഓൾറെഡി സെറ്റ് ചെയ്തു. 6 പാക്കും അതുപോലെ തന്നെ വെളുത്തിരിക്കുന്നതൊക്കെ സൗന്ദര്യം അവർ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവരിത് അമിതമാക്കാനുള്ള തീവ്രത കൂട്ടി. അതായത് വളരെ സുന്ദരിയായിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് പറയുന്നത് തീവ്രത കൂട്ടി. അതിനുശേഷം അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ഈ ടി-വിയിലും പത്രത്തിലും ഒന്നും കൊടുക്കേണ്ട, പകരം ഈ ഇൻഫ്ലുവൻസേഴ്സ് വഴി എന്ത് ചെയ്യാം, എന്ത് സാധനവും മാർക്കറ്റിൽ വിറ്റഴിക്കാം. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ വരാൻ പോണ ഇനി മദ്യ കമ്പനികളടക്കം ചെയ്യാൻ പോണ ഒരു കാര്യം, ഈ ഇൻഫ്ലുവൻസേഴ്സ് വഴി അറിഞ്ഞോ അറിയാതെയോ പതുക്കെ ഈ സാധനം സെല്ലിയലാണ്. ആ യഥാർത്ഥത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മേജറായിട്ടുള്ള 2.5 ലക്ഷത്തോളം ഇൻഫ്ലുവൻസേഴ്സ്, 30 ലക്ഷം പേർ ഇന്ത്യയിലുണ്ട്. അവര് ഒരു വലിയ സെയിൽസ് ഫോഴ്സ് ആണ്. അവർ ചെയ്യുന്ന ജീവിതം കാണിച്ചുകൊണ്ട് അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, ഇതിൽ ഈ കെണിയിൽ ഇവരും ചെന്ന് ക്ലാരിറ്റി ഉള്ളത് ആളുകൾ ചോദിക്കും, അവര് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഉൽപ്പന്നം വിൽക്കുകയാണ്. അവിടെ ഉള്ള പറ്റിക്കൽ എന്താന്ന് പറഞ്ഞുതരാം. 200 രൂപയുടെ ഗർ സോപ്പ്, ഇത് തേച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവൂലെന്ന് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്നറിയോ? 200 രൂപയിലേ ഉള്ളു. ഒരു മേടിച്ചൊന്ന് നോക്കിയേക്കാന്നായിരിക്കും. 10 ലക്ഷം പേര്, 1 ലക്ഷം പേര് 200 രൂപക്ക് മേടിക്കുമ്പോൾ എത്രയും? 2 കോടി രൂപ. 2 കോടി രൂപ. 10 ലക്ഷം പേര് മേടിക്കുമ്പോൾ എത്ര? 20 കോടി രൂപ. മതി, ലാഭമായി. മനസ്സിലായ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അഡ്വർടൈസ്മെന്റ് തന്നെ വലിയ തട്ടിപ്പല്ലേ? അല്ല, അഡ്വർടൈസ്മെന്റിൽ ഒരു ഗുണമുണ്ട്. ഇപ്പൊ നമ്മളോട് മഞ്ജു വാര്യർ വന്നിട്ട് പറയുന്നു മൈജി പോയി സാധനം മേടിക്കുന്നു പറയുമ്പോൾ നമുക്കറിയാം അത് അഡ്വർടൈസ്മെന്റ് ആണ്. ഇതങ്ങനെയല്ല. ഇത് ഗൗതം അറിയേണ്ടത്, ഞങ്ങളിത് ഉപയോഗിച്ചു 20 ദിവസം, അതിനുശേഷം ഞങ്ങൾക്കിത് മുഖം തെളിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഈ സാധനം വിൽക്കുന്നത്. ഇനി അതിന്റെ അടുത്ത പ്രശ്നമുണ്ട്, ഇവരും കൂടി ആ കിടയിൽ പെടുകയാണ്. കാരണം എന്താ? ഞാനിങ്ങനെ സുന്ദരിയായി 20 ദിവസം എന്ന് പറഞ്ഞതിന് ശേഷം ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇവരാ ക്രീം ഇട്ടിട്ട് പോകേണ്ടി വരും. കാരണം എന്താ? മേക്കപ്പ് ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ചോദിക്കൂലേ, നിങ്ങൾ മറ്റേ വീഡിയോയിൽ അതായിരുന്നല്ല എന്ന് ചോദിക്കും. ഒന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇവർ ചെയ്യുന്ന പണി, ഒന്ന് ലൈറ്റ് വെച്ചുള്ള ഫോട്ടോ എടുക്കും, ഒന്ന് ലൈറ്റ് ഇല്ലാത്ത ഫോട്ടോ എടുക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പോട്ടെ, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാം. ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സുജയ പാർവതിയെ കുറിച്ചാണ്. അവര് ഇതിനിടയിൽ എന്തോ മേക്കപ്പ് ഇട്ടിട്ട് അബദ്ധമായി അവരുടെ യഥാർത്ഥ നിറം പുറത്തു വന്നു. അതെന്തോ ഒരു പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. സുജയ പാർവതിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ഇടാതെ അവതരിപ്പിച്ചൂടെ? ആളുകൾ കാണില്ലേ? അല്ല, മേക്കപ്പ് ഇപ്പൊ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ക്യാമറയൊക്കെ വെക്കുമ്പോൾ അവര് മേക്കപ്പ് ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചോദ്യം, അല്ല ഇതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും സാർ. ഇൻഫ്ലുവൻസ് ആവും. അല്ല, ഇതൊക്കെ ഒരു തരത്തിൽ പറ്റിക്കലാണ്. സുജയ പാർവതി ഞാനൊരു കാര്യം പറയാം, ഓവറായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. സുജയ പാർവതി മാത്രമല്ല, ഇപ്പം അവതാരകരായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകളും, ഇപ്പം സ്മൃതി പരുത്തിക്കാടായിക്കോട്ടെ, എല്ലാരും കുറിച്ചാട്ടോ. എല്ലാവരും ഞാൻ പറയുന്നത് അല്ല, ഇതിൽ ഈ കൂട്ടത്തിൽ പറഞ്ഞ പേരുകളിൽ ഏറ്റവും ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ വള്ളംകളിക്ക് ഇറങ്ങിയിരിക്കുമ്പോഴും റോട്ടിൽ ഇറങ്ങിയപ്പോഴും സുജയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ മേക്കപ്പ് ചെയ്യുന്ന അവര് ഓക്കെ, നമ്മുടെ ഈ പറയുന്ന ചാനലിൽ നിൽക്കുന്ന അവതാരകർ അവരത് ചെയ്യുന്നു, അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞു വിടാം. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഗുണമുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുണമുണ്ടായി എന്ന് പറയുന്ന വേറെ 2 പ്രൊഡക്റ്റ് കൂടി പറഞ്ഞാൽ ഗൗതത്തിന് ഇത് മനസ്സിലാവും. ഒന്ന് ആസ്ട്രോടോക്ക്. ഈ ആസ്ട്രോടോക്ക് എന്താ പറയണമെന്ന് അറിയാമോ? അതായത് ആസ്ട്രോളജി സർവീസുകളാണ് അവർ കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാവി ഭൂത വർത്തമാനം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയണത്. അത് ആരൊക്കെയാണ് പറയണതെന്നറിയോ? ഒന്ന് അപർണ ബാലമുരളി. ഓക്കെ, അപർണ ബാലമുരളി. പിന്നെ മറ്റേ റൺ ബേബി റണ്ണിൽ അഭിനയിച്ച നായിക ഉണ്ടല്ലോ, മറ്റേ അമല പോള്. അതുപോലെ തന്നെ സണ്ണി ലിയോൺ. ഇങ്ങനെ നിരവധി ആളുകൾ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ചില യൂട്യൂബേഴ്സ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ?
ഞാൻ വീട് മേടിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. പല സ്ഥലങ്ങളും നോക്കി, എനിക്ക് പണവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ആസ്ട്രോടോക്ക് എന്നെ പരിചയപ്പെടുന്നത്. ഞാൻ വിളിച്ച് സംസാരിച്ചു, അതിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് വീട് കിട്ടിയെന്ന് പറഞ്ഞ് ഇവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടേക്കണേണ്. യഥാർത്ഥ സംഭവം എന്താണെന്നറിയോ? അതിൽ 2 എണ്ണം ചെയ്തത് അവരുടെ വീട് പോലുമല്ല, ഏതോ അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് ഇത് എൻ്റെ വീടാണ്, ഞാൻ 23-ാമത്തെ വയസ്സിൽ വീട് മേടിച്ചു, 30-ാമത്തെ വയസ്സിൽ വീട് മേടിച്ചു എന്ന് പറഞ്ഞ് പരസ്യം ഇട്ടേക്കണേണ്. എന്തൊരു നാടെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഇതൊന്ന്. ഇനി അടുത്തൊരു കാര്യം കേൾക്കണോ? ഓൺലൈൻ റമ്മി ആരാ പ്രൊമോട്ട് ചെയ്ത്? റിമി ടോമി. ഞാൻ ഓൺലൈൻ റമ്മി കളിച്ച് കാശുണ്ടാക്കി എന്ന് പറയണം. വിജയ് യേശുദാസിന്റെ കയ്യിൽ പിന്നെ പണമൊന്നുമില്ലല്ലോ. യേശുദാസ് തന്നെ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി വന്നിട്ട് പറയാം ഓൺലൈൻ റമ്മി കളിച്ച് കാശുണ്ടാക്കി. ഓൺലൈൻ ലോണ് പിന്നെ വേറെ കാര്യം, അതോടെ നിൽക്കട്ടെ. ഓൺലൈൻ റമ്മി കളിച്ച് കാശുണ്ടാക്കി എന്നാ പറയണം. ആര്? വിജയ് യേശുദാസും റിമി ടോമിയും ഇതുപോലെയുള്ള ആളുകൾ. ഇനി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? വെറുതെയാണ്. ഓൺലൈൻ റമ്മി കളിച്ച് ക്ലാസ് ഉണ്ടാക്കുന്നവരുണ്ട്. അല്ല, ഉണ്ടെന്നേ. എങ്ങനെ കാശുണ്ടാക്കിയ കുറെ അധികം ആളുകളുണ്ട്. എന്റെ പൊന്നു ഗൗതം, ഞാൻ ചിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ചീട്ട് കളിച്ച് കാശുണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ എനിക്കറിയാം. രാമവർമ്മ ക്ലബ്ബിലൊക്കെ പല ക്ലബ്ബുകളിലും ചീട്ട് കളിക്കുന്ന, നല്ല ഗംഭീരമായി ചീട്ട് കളിക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഓൺലൈൻ റമ്മി എന്ന് പറയുന്ന ഒരു കാര്യം, അത് കളിച്ച് കാശുണ്ടാക്കി എന്ന് പറയുന്ന വിജയ് യേശുദാസും റിമി ടോമിയൊന്നും ഒരിക്കലും അത് കളിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഓൺലൈൻ റമ്മി കളിച്ച് കാശുണ്ടാക്കൂ, നിങ്ങളും ഓൺലൈൻ റമ്മി കളിക്കൂ, എന്നിട്ട് പണം നേടൂ എന്ന് പറയുമ്പോൾ 1 ലക്ഷം പേർ ഓൺലൈൻ റമ്മി കളിച്ചാൽ എത്ര പേർക്ക് കാശ് കിട്ടും? 1 ലക്ഷം പേര് 10 പേർക്ക് കിട്ടുമായിരിക്കും. 10 പേർക്ക് കിട്ടും. ബാക്കി 9,99,999 പേരെ പറ്റിക്കുന്ന ഒരു പണിയാണ് ഈ ചെയ്യണം. അതാര്? ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ വന്ന് ചെയ്യണം. ഞാൻ പറയുന്നത് ഈ സെലിബ്രിറ്റികളല്ല ഏറ്റവും വലിയ ഡേഞ്ചർ. യഥാർത്ഥത്തിൽ വിജയ് യേശുദാസ്, റിമി ടോമി വന്ന് ചെയ്യുമ്പോൾ പോലും ആളുകൾക്ക് അതേപോലെ വേറൊരു തട്ടിപ്പുണ്ട് സാറേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യം കാണണം. പരസ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആഡ് ഉണ്ടാവും, ഒരു 100 ആഡ് ഉണ്ടാവും. ആ 100 ആഡുകൾ നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടേയിരിക്കുക. കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഗംഭീര തട്ടിപ്പാണ്. അതെ. ഇനി ഞാൻ പറഞ്ഞ ഇപ്പം തട്ടിപ്പിൻ്റെ രീതികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഞാൻ പറയണത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗൗതത്തിന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഗൗതം ഒരു യൂട്യൂബിൽ ഈ പാവ ഷോർട്സ് കാണുന്ന, വീഡിയോ കാണുന്ന നിരവധി ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് സത്യമാണെന്നാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പെങ്കൊച്ചുണ്ട്, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞ്, പേര് വേറെന്തോ ആണ്. അപ്പൊ അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പരസ്യം ചെയ്യണം, നിനക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതിയിടാന്ന് പറയണം. അത് ഇവര് മനസ്സിലാക്കണം. ഓൺലൈൻ റമ്മി, ഗാർ സോപ്പ്, ആസ്ട്രോടോക്ക് വഴി വീട് വെച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അബദ്ധമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇനി ഇതിന്റെ വേറൊരു സെക്ഷൻ കൂടി ഉണ്ട്, അതും കൂടി ഗൗതം മനസ്സിലായിക്കോ. ചില ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവര് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും മറ്റേ മാർക്കറ്റിൽ ഇടപെട്ടും അതുപോലെ തന്നെ ഷെയറുകൾ സെല്ല് ചെയ്തൊക്കെ കോടീശ്വരന്മാരായവരാണെന്നാണ് അവർ പുറമെ ധരിപ്പിക്കുന്നത്. ഈ ധാരണയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവർ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്കൊരു ബ്രാൻഡുണ്ട്, ഇന്ന കമ്പനിയാണ്, കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു 10,000 രൂപ 20,000 രൂപ ഇട്ട് ഇതുപോലെ തന്നെ പണം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും അറിയൂ? ഇതിൻ്റെ പ്രയോജനം എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം മാട്രസ് എന്നൊരു മാട്രസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗൗതം അറിയേണ്ടത് വിറ്റുപോകുന്നുണ്ട്. എന്താണ് അതിൻ്റെ പരസ്യം കാണിക്കുന്നത്? കിടക്കയിൽ മുട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി കിടന്ന മുട്ട പൊട്ടൂലെന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ ഇവരെ ഞാൻ പറഞ്ഞു വന്ന ജനത്തിനോട് ഒറ്റ കാര്യമുള്ളൂ. 2-2.5 ലക്ഷത്തോളം വരുന്ന 1 ലക്ഷം ആളുകളിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് മുഴുവൻ ആളുകളുടെ ഇന്ന് കാശ് മേടിച്ച് അവരുടെ നുണകൾ പറഞ്ഞുകൊണ്ട് അവർ പരസ്യം ചെയ്യണേ. അല്ല, ഇതിനുള്ള കാര്യം അതിനൊക്കെ ഇത്തരത്തിലുള്ള അത് ക്രിയേറ്റീവ് സൈഡാണ്. താങ്കൾ ഈ മുട്ട വെച്ചാൽ പൊട്ടില്ല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ആ ഒരു തന്ത്രം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ്, അതിന് തട്ടിപ്പായിട്ട് കാണും. തീർച്ചയായിട്ടും. ഞാൻ ഗൗതം അറിയേണ്ടത്, ഈ മുട്ട മേടിച്ചിട്ട് എന്ത് ചെയ്തു, ഇതൊരു കൊമേഴ്ഷ്യൽ ആഡാണ് ഇത് എഴുതി കാണിച്ചിട്ട് മുട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പൊട്ടില്ല എന്ന് പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ആഡ് പോലും ചെയ്യാൻ പാടില്ല കേട്ടോ ഗൗതം. ഇപ്പം ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരു ആഡ് പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ഒരു തവണ നമ്മുടെ അനൂപ് മേനോൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. ഏത് പരസ്യമാണെന്ന് ഞാൻ ഓർക്കണില്ല. അനൂപ് മേനോൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ട് എന്തോ ലോഷോ ക്രീമോ എന്താ മുടിയിൽ തേക്കണ എണ്ണയോ എന്തോ പരസ്യത്തിൽ അഭിനയിച്ചിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് 10,000 രൂപ കോടതി ഫൈൻ അടച്ചോടാ. മനസ്സിലായ? അതുപോലെ തന്നെ മമ്മൂട്ടിക്കെതിരെ ഒരു കേസ് വന്നു, ഓർക്കണ്ട. മമ്മൂട്ടിക്കെതിരെ കേസ് വന്നത് മമ്മൂട്ടി ഈ പറയുന്ന വ്യക്തമായിട്ടുള്ള വാഗ്ദാനം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സിലെ ഇൻഫ്ലുവൻസേഴ്സിന് അറിയാത്തത് അവരിട്ട് തരുന്ന 20,000 30,000 50,000 മേടിച്ചിട്ട് നിങ്ങൾ ഇല്ലാത്ത നുണ പറയരുത്. അത്രേ ഉള്ളു കാര്യം.
ആ നുണ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ നിരന്തരമായി കാണുന്ന ആളുകളെ പറ്റിക്കലാണ്, ഒരു സംശയവും ഇല്ലാതെ. അല്ലെങ്കിൽ പറയണം ദേ ഇത് പരസ്യമാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഇത് കൊളാബ് ചെയ്യാണ്, ഇന്ന ആളുകളുമായിട്ട് ഞാൻ ചെയ്യാണ്, പരസ്യമാണെന്ന് പറഞ്ഞ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കണം. തീർച്ചയായിട്ടും എന്തായാലും അനാവശ്യ മേക്കപ്പ് ഉപയോഗിക്കാതെയുള്ള ജീവിതം നയിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ, പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അല്ല, ഏറ്റവും വലിയൊരു കാര്യം പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമല്ല, ഇതൊക്കെ ഉപയോഗിച്ച് വലിയ വലിയ ത്വക്ക് രോഗങ്ങളും ക്യാൻസറുകളും അടക്കമുള്ളതും ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ആളുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം അവർ രോഗിയാക്കി കഴിഞ്ഞ് അവർ പറയും നിങ്ങളെ ചികിത്സിക്കാനുള്ള ക്ലിനിക്കുകൾ ഞങ്ങൾക്കുണ്ടെന്ന് പറയും. ആ ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് അവർ പറയും 850 രൂപയുടെയും 1000 രൂപയുടെയും മറ്റേ ഫേഷ്യൽ ക്രീമുകൾ ഉണ്ടെന്ന് പറയും, നിങ്ങളുടെ ഫേസ് വാഷ് ഉണ്ടെന്ന് പറയും. അതായത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ 70 കൊല്ലത്തോളം 60, 30, 50 വയസ്സ് വരെ നിങ്ങളിങ്ങനെ ചൂഷണം ചെയ്ത് ആളുകൾ യഥാർത്ഥത്തിൽ വളരെ നൈസായി പഴം മുറിക്കുന്ന പോലെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.